കോഴിക്കോട് DMI ഓഫീസിൽ ഒരേ സമയം 2 DMOമാർ സ്ഥലം മാറിയെത്തിയ ഡോക്ടർ ആശാദേവിക്ക് സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാതെ ഡോക്ടർ N രാജേന്ദ്രൻ DMOയായി തുടരുകയാണ്. സ്ഥലമാറ്റ ഉത്തരവിൽ സ്റ്റേ വാങ്ങിയിട്ടുണ്ടെന്നും മാറിക്കൊടുക്കില്ലെന്നുമാണ് രാജേന്ദ്രന്റെ വിശദീകരണം. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്താണ് അവിടുത്തെ സാഹചര്യം? കോഴിക്കോട് DMO ഓഫീസിൽ ഒരേ സമയം 2 DMOമാർ സ്ഥലം മാറിയെത്തിയ ഡോക്ടർ ആശാദേവിക്ക് സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കില്ലെന്ന നിലപാടിലാണ് നേരത്തെ ഉണ്ടായിരുന്ന DMO ഡോക്ടർ N രാജേന്ദ്രൻ. അദ്ദേഹം DMOയായി തുടരുകയാണ്. സ്ഥലം മാറ്റ ഉത്തരവിൽ താൻ സ്റ്റേ വാങ്ങിയിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്താണ് അവിടുത്തെ സാഹചര്യം? 2 DMOമാരും തമ്മിലുണ്ടാവുന്ന ഈ അധികാര തർക്കത്തിൽ എന്ത് ഇടപെടലാണ് ഇനി ഉണ്ടാവുക? സജിത്തെ, നമ്മൾ സിനിമകളിലൊക്കെ കൃത്യമായി പറഞ്ഞ മോഹൻലാൽ ചിത്രമായ അയാൾ കഥ എഴുതുകയാണെങ്കിൽ 2 തഹസീൽദാർമാർ ഒരേ സ്ഥലത്ത് ഡ്യൂട്ടി എടുക്കാൻ വരുന്നു, ഒരാൾ ഒഴിഞ്ഞു നൽകാതെ മറ്റൊരാൾ നിൽക്കുന്നു എന്ന തരത്തിലേക്കുള്ള തന്നെയുള്ള രംഗങ്ങളാണിപ്പോൾ നമ്മൾ ഈ കോഴിക്കോട് DMO ഓഫീസിൽ കാണുന്നത്. നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ DMOയുടെ ക്യാബിനുള്ളിലാണ്. അവിടെ കസേരയിൽ ഇരിക്കുന്നതാണ് നിലവിലുള്ള അല്ലെങ്കിൽ നേരത്തെ DMO ആയ ഡോക്ടർ N രാജേന്ദ്രൻ. അദ്ദേഹത്തിന് കഴിഞ്ഞ ആഴ്ച സ്ഥലം മാറ്റം ലഭിച്ചിരുന്നു. അതിനുശേഷം ഈ കൊച്ചിയിലുള്ള ഡെപ്യൂട്ടി DMO ആയിരുന്ന ഡോക്ടർ ആശാദേവിക്ക് കോഴിക്കോട്ടേക്ക് സ്ഥലമാറ്റം ലഭിക്കുകയും ചെയ്തു. എന്നാൽ ആശാദേവി ചുമതല ഏറ്റെടുക്കാൻ വന്ന് ആദ്യത്തെ ദിവസം തന്നെ ചുമതല ഏറ്റെടുത്തിരുന്നു. പിന്നീട് അവർ തിരുവനന്തപുരത്ത് ചില യോഗങ്ങൾക്കായി പോവുകയുമൊക്കെ ആയിരുന്നു. അതിനുശേഷം ഓഫീസിൽ എത്തിയപ്പോഴാണ് മറ്റൊരാൾ കൂടി, ഈ പഴയ സ്ഥാനമൊഴിഞ്ഞ DMO കൂടി സ്ഥലത്ത് ഉള്ള കാര്യം അവർക്ക് ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെ 2 DMOമാർ ഒരേ ഓഫീസിൽ നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഡോക്ടർ രാജേന്ദ്രന്റെ ഭാഗത്തുനിന്ന് നൽകുന്ന വിശദീകരണം, താൻ ഹൈക്കോടതിയിൽ ഈ സ്ഥലമാറ്റ ഉത്തരവിനെതിരെ സ്റ്റേ സമ്പാദിച്ചിരുന്നു. സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് തൽസ്ഥിതി തുടരാനുള്ള നിർദ്ദേശമാണ് കോടതിയിൽ നിന്ന് ലഭിച്ചത്. അതുകൊണ്ട് താൻ ചുമതല തിരിച്ച് ഏറ്റെടുത്തു എന്നാണ് അറിയിക്കുന്നത്. അദ്ദേഹം ഈ ആശാദേവി എത്തുന്നതിനേക്കാൾ നേരത്തെ ഇന്ന് സ്ഥലത്തെത്തുകയും ആ കസേരയിൽ ഇരിപ്പുറപ്പിക്കുകയുമായിരുന്നു. ആശാദേവി എന്തായാലും അദ്ദേഹം ഇരിക്കുന്നതിന്റെ മറുവശത്തായി ചുമതലകളൊന്നും നിർവഹിക്കാനാവാതെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കോടതിയുടെ ഉത്തരവ്, ഈ തൽസ്ഥിതി തുടരാനുള്ള ഉത്തരവ് ഇറങ്ങിയെങ്കിൽ പോലും നിലവിൽ കോഴിക്കോട്ടേക്ക് നിയമിച്ച ആൾ അല്ലെങ്കിൽ ആ DMO എന്ത് ചെയ്യണമെന്ന ഒരു ഉത്തരവ്, അവർ പഴയ സ്ഥലത്തേക്ക് തിരിച്ചു പോകണമോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമോ എന്ന കാര്യത്തിലൊരു വ്യക്തത ആ ഉത്തരവിൽ ഇല്ലാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തായാലും 2 DMOമാരും സ്ഥലത്തുണ്ട്. DMO എന്ന രീതിയിലുള്ള ചുമതലകളൊക്കെ നിർവഹിക്കാൻ വേണ്ടി ഡോക്ടർ N രാജേന്ദ്രൻ ആ സീറ്റിലിരുന്ന് ലാപ്ടോപ്പിലും മറ്റും കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാണാം. ഒപ്പം സിം കാർഡ് അടക്കമുള്ളവ നേരത്തെ പുതിയ DMOയ്ക്ക്, അതായത് ആശാദേവിക്ക് ഡോക്ടർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. എന്തായാലും അസാധാരണമായ ഒരു പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത്. ജീവനക്കാർ അടക്കമുള്ളവർക്ക് ഏത് തരത്തിലുള്ള നിർദ്ദേശം അനുസരിക്കണമെന്ന കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റ് ഔദ്യോഗികമായ കാര്യങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ ഏത് തരത്തിൽ ഇടപെടണം എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ നിർദ്ദേശം ആരോഗ്യവകുപ്പിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡോക്ടർ രാജേന്ദ്രൻ എന്തായാലും ഹൈക്കോടതി ഉത്തരവോടുകൂടി ഇവിടെ DMOയായി ചുമതലകൾ തുടരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ഒരു നിയമ പോരാട്ടം നടക്കുമ്പോൾ അത് എങ്ങനെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെ ബാധിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ്. ഒരു വ്യക്തത ഇക്കാര്യത്തിൽ വരുത്തേണ്ടത് ആരോഗ്യവകുപ്പാണ്. ആരോഗ്യവകുപ്പ് വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. ആരോഗ്യവകുപ്പിന്റെ ഒരു കൃത്യമായ നിർദ്ദേശം ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന അല്ലെങ്കിൽ ആരാണ് ഇവിടുത്തെ യഥാർത്ഥ DMO എന്ന ഒരു ചിത്രം പുറത്തു വരികയുള്ളൂ. 2 പേർ ഒരേ വകുപ്പിൽപ്പെട്ട അല്ലെങ്കിൽ ഒരേ തസ്തികയിൽപ്പെട്ട 2 ഉദ്യോഗസ്ഥർ ഒരേ ക്യാബിനിൽ മുഖാമുഖം നോക്കി നിൽക്കുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ആദ്യം എത്തുന്ന ആൾ കസേരയിൽ ഇരിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. എന്തായാലും ഒരു പോംവഴി ഒരുപക്ഷെ കോടതിയിൽ നിന്ന് ഒരു വ്യക്തത ഇക്കാര്യത്തിൽ വേണം. കാരണം ഈ സ്റ്റാറ്റസ് കോ നിലനിർത്താൻ അല്ലെങ്കിൽ തൽസ്ഥിതി നിലനിർത്താൻ കോടതി പറയുമ്പോൾ സ്ഥലം മാറി വന്ന DMO എന്ത് ചെയ്യണം, അവർ പഴയ ഇടത്തേക്ക് പോകണമോ അല്ലെങ്കിൽ അവരെന്ത് തരം ചുമതലകൾ നിർവഹിക്കണമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ആ ഉത്തരവിൽ ഇല്ലായിരുന്നു. സർക്കാർ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത കൈവരുത്തേണ്ടതുണ്ട്. ആരാണ് ഇവിടുത്തെ യഥാർത്ഥ DMO എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. ഔദ്യോഗികമായി തന്നെ വലിയ
കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കാരണം രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ടും മറ്റ് ഔദ്യോഗിക ആശയവിനിമയങ്ങളുമായി ബന്ധപ്പെട്ടും ഒരുപാട് കാര്യങ്ങൾ ജില്ലാ തലത്തിൽ നിർവഹിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥനാണ് DMO. അതുകൊണ്ട് അധികാര പരിധിയിലില്ലാത്ത ഒരു DMO അല്ലെങ്കിൽ ആരാണ് DMO എന്ന് വ്യക്തതയില്ലാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് കാര്യങ്ങൾ ഏറെ അവതാളത്തിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് അടിയന്തരമായി തന്നെ ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ ഇടപെടുമെന്നാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും ഈ ക്യാബിനുള്ളിൽ 2 DMOമാർ നിൽക്കുന്നു. 2 DMOരാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ആരോഗ്യവകുപ്പിന്റെ കാര്യങ്ങൾ നോക്കുന്നതിനായി ഉള്ളത്. സജിത്ത്. അനീഷ്, ഈ ഒരു സവിശേഷ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ട മേൽ അതോറിറ്റി ഒരുപക്ഷെ ആദ്യം ജില്ലാ കളക്ടർ ആവാം, അതിനുശേഷം ആരോഗ്യവകുപ്പിലെ മന്ത്രി അടക്കമുള്ളവരിലേക്കും ഈ വിഷയം വരേണ്ടി വരുമെന്ന് തോന്നുന്നു. എന്താണ് ഇത് സംബന്ധിച്ച് അത്തരം വിശദീകരണം കളക്ടറുടെയോ അല്ലെങ്കിൽ മറ്റ് ആരോഗ്യവകുപ്പിൻ്റെയോ വിശദീകരണം ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ടോ? കാരണം ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് സർക്കാർ തന്നെയല്ലേ? തീർച്ചയായും അത്തരം ഒരു പോംവഴി അല്ലെങ്കിൽ അത്തരം ഒരു ഉത്തരവ് ഇതുവരെ എത്തിയിട്ടില്ല. കളക്ടർ അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുമില്ല. ഇതൊരു ഒരു ഒരു സർവീസ് തർക്കം എന്ന രീതിയിൽ തന്നെ നിലനിൽക്കുന്നു. കാരണം 2 തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഒന്ന്, നിലവിലുണ്ടായിരുന്ന DMOയെ സ്ഥലം മാറ്റി മറ്റിടത്തേക്ക് മാറ്റുന്നു. എറണാകുളം ജില്ലയിലെ ഡെപ്യൂട്ടി DMO ആയിരുന്ന ഡോക്ടർ ആശാദേവി ഇവിടേക്ക് മാറ്റുകയും ചെയ്യുന്നു. ഈ ഉത്തരവിനെതിരെയാണ്, തന്നെ സ്ഥലം മാറ്റിയ ഉത്തരവിനെതിരെയാണ് ഡോക്ടർ രാജേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിക്കുകയും അദ്ദേഹത്തിന് അനുകൂലമായ ഉത്തരവ് ലഭിക്കുകയും ചെയ്തത്. അതായത് തൽസ്ഥിതിയിൽ തുടരാൻ, നിലവിൽ നിർവഹിക്കുന്ന ചുമതലകൾ അതുപോലെ തുടരാനുള്ള ഉത്തരവാണ് കോടതി നൽകിയത്. പക്ഷേ മറുവശത്ത് ഈ സ്ഥലം മാറി വന്ന ഉദ്യോഗസ്ഥ ആ DMO എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ ഉത്തരവില്ല. അവർ എവിടേക്ക് തിരിച്ചു പോകണം അല്ലെങ്കിൽ അവർ എവിടെ നിലനിൽക്കണം എന്ന കാര്യത്തിൽ യാതൊരു ഉത്തരവുമില്ല. കാരണം ഔദ്യോഗികമായ ഉത്തരവിറങ്ങി സ്ഥലമാറ്റ ക്രമങ്ങൾ അനുസരിച്ചാണ് അവർ ഇവിടേക്ക് എത്തിയത്. അവരിവിടെ എത്തി ഔദ്യോഗികമായി ചുമതല ഏറ്റെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അവരിവിടുത്തെ DMO ആയി ചുമതല ഏറ്റെടുത്ത ആളാണ്. അതുകൊണ്ട് അവർ ഇനി എങ്ങോട്ട് പോകണമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത കോടതിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ ആരോഗ്യവകുപ്പിനും ഈ സംബന്ധിച്ചൊരു വ്യക്തത ഈ കോടതി ഉത്തരവിൽ ഇല്ലായിരിക്കാം. ഹൈക്കോടതിയിൽ തന്നെ സമീപിച്ചൊരു വ്യക്തത നേടാൻ ശ്രമിക്കുമായിരിക്കാം. അല്ലെങ്കിൽ സ്റ്റേ ഒഴിവാക്കുന്നതിനുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുമായിരിക്കാം. ഇക്കാര്യങ്ങളൊന്നും ഔദ്യോഗികമായ ഒരു ആശയവിനിമയം താഴെത്തട്ടിലേക്ക് എത്തിയിട്ടില്ല, ഓഫീസിലേക്കും എത്തിയിട്ടില്ല. അതുകൊണ്ട് 2 ഉദ്യോഗസ്ഥരും 2 DMOമാരും ഇപ്പോഴും ഈ ക്യാബിനുള്ളിൽ തന്നെ ഇരിക്കുന്നു. അതിൽ ഒരു DMO ഔദ്യോഗിക കൃത്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ടും മറ്റു ഉദ്യോഗസ്ഥരുമായുള്ള ആശയവിനിമയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റ് DMO അതിന് തൊട്ട് എതിർവശത്ത് യാതൊരു ചുമതലകളും നിർവഹിക്കാനില്ലാതെ ഉദ്യോഗസ്ഥരുമായി യാതൊരു ആശയവിനിമയം നടത്താൻ കഴിയാതെ അവർ എതിർവശത്തിരിക്കുന്നു. അവരൊരു സ്ത്രീയാണ്, അടുത്തത് ഒരു പുരുഷ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ആ സ്ത്രീ ഉദ്യോഗസ്ഥ മറുവശത്തിരിക്കുന്ന കാഴ്ച. എന്തായാലും ഈ കാര്യത്തിലൊരു വ്യക്തത വരുത്തേണ്ടത് ആരോഗ്യവകുപ്പാണ്. ആരോഗ്യവകുപ്പ് വൈകാതെയെങ്കിലും ഇക്കാര്യത്തിലൊരു ഒരു കൃത്യമായ തീരുമാനം, ആർക്കാണ് ചുമതലകൾ നിർവഹിക്കാനുള്ളത്, ആരാണ് ഇവിടെ ഈ ഓഫീസിൽ നിന്നും മടങ്ങി പോകേണ്ടതെന്നും എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും വൈകാതെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അതിനുള്ള ആലോചനകളൊക്കെ നടക്കുന്നുണ്ട് എന്ന് അറിയുന്നു. പക്ഷേ കോടതിയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് കോടതിയിൽ നിന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത തേടേണ്ടതുണ്ട്. കാരണം ആരാണ് ഇനി ഇവിടുത്തെ ചുമതലകൾ നിർവഹിക്കേണ്ടത്, ആർക്കാണ് തൽസ്ഥിതിയിൽ തൽസ്ഥാനത്ത് തുടരാൻ അനുമതിയുള്ളത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ 2 ഉദ്യോഗസ്ഥർ ഒരേ സ്ഥാനത്തിരിക്കുന്നു, വലിയ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരാണ്. അവർ ഒരു ജോലിയും ചെയ്യാനാവാതെ ഈ ഓഫീസിൽ ദിവസങ്ങളോളം ചുമ്മാ ഇരുന്ന് പോകുന്നതും വലിയ നഷ്ടമാണ് ജനങ്ങൾക്കും ഖജനാവിനും ഉണ്ടാക്കുക. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. കോടതിയിൽ നിന്നും ഉത്തരവിൽ വ്യക്തതയില്ലെങ്കിൽ അക്കാര്യത്തിലെ വ്യക്തത സംബന്ധിച്ച് ആരായേണ്ടത്, അതിനുശേഷം ആരാണ് ഈ ഓഫീസിൽ തുടരേണ്ടതെന്നത് സംബന്ധിച്ച കൃത്യമായ തീരുമാനം സർക്കാർ തന്നെയാണ് എടുക്കേണ്ടത്. സജിത്ത്. യെസ്, അനീഷ് സൂചിപ്പിക്കുന്ന ഇക്കാര്യത്തിൽ സർക്കാർ തന്നെ വ്യക്തത വരുത്തണമെന്നാണ് സാഹചര്യം. എന്തായാലും സവിശേഷമായ സാഹചര്യം അവിടെ ഉണ്ടാകുന്നു. 2 ഉദ്യോഗസ്ഥർക്കിടയിലെ തർക്കമോ മറ്റ് പ്രശ്നങ്ങളിലേക്ക് കടന്നില്ല. എന്തായാലും അനീഷ്, അവരുടെ പ്രതികരണം കൂടി ലഭ്യമാകുമോ എന്ന് ശ്രമിക്കുക. നമുക്ക് ഈ വാർത്തയിലേക്ക് മടങ്ങി വരാം.